ഡൽഹിയിൽ ജീവൻ പണയം വെച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഉജ്ജ്വല വിജയമാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ പ്രകടമായിരിക്കുന്നതെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. നരേന്ദ്രമോദി ഉൾപ്പെടെ കേന്ദ്രഭരണം കൈയാളുന്നവരുടെ ധാർഷ്ട്യത്തിനേറ്റ ശക്തമായ തിരിച്ചടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്നും രാജ്യത്തെ യുവതയോർത്ത് അഭിമാനം തോന്നുന്നുവെന്നും എം.പി. കരുനാഗപ്പള്ളി പറഞ്ഞു. ഇത് കഴിഞ്ഞ 3 മാസക്കാലം പ്രത്യേകിച്ചായിട്ട് ഇന്ത്യ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാറുള്ളത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ വിശ്വാസ്യതയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? രക്ഷകർത്താക്കൾ എന്തിനാണ് ഇവനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്ത്യയിൽ അലയടിച്ചത്. 20-ൽ പരം കുട്ടികൾ അവരുടെ സ്വന്തം ജീവൻ ഒടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് നമ്പറിലല്ല, എണ്ണത്തിലല്ല. ഒരു മഹാരാജ്യത്തിന്റെ കുരുന്നുകളുടെ സ്വപ്നങ്ങളെയാണ് അത് തകർത്തത്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്ര വലിയ വിജയത്തിലേക്ക്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിലെ കുട്ടികളും യുവതയും നടത്തിയ ഈ പോരാട്ടത്തിൽ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം എംപിമാരെയും കൊണ്ടുള്ള എല്ലാ ചട്ടവട്ടങ്ങളെയും സുരക്ഷാക്രമങ്ങളെയും എല്ലാം പാറ്റിൽ പറത്തി സ്വന്തം ജീവൻ എന്തു പറ്റിയാലും ഈ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തപ്പെടണം എന്നുള്ള ചിന്താഗതിയോട് നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി, ധാർഷ്ട്യം മുട്ടുമടക്കുന്ന സാഹചര്യം അതാണ് ഉണ്ടായി. അവർ പഠിക്കണമിനി. കുട്ടികളെ എങ്ങനെയാണ് തല്ലി തീർത്തത്? നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? പെൺകുട്ടികളോട് എങ്ങനെയാണ് പോലീസുകാർ പെരുമാറിയത്? ഇവരാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ജനാധിപത്യം പറയുന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനേറ്റ തിരിച്ചടി. ഏത് അധികായനും അടിതെറ്റിയാൽ വീഴും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ ഇന്ന് പ്രധാനമന്ത്രി നേരിട്ടിരിക്കുന്നത്. എല്ലാവരുടെയും വിജയമാണ്. ഇത് ഇന്ത്യയിലെ നമ്മൾ താങ്കളുടെ വീട്ടിലുള്ള ആൾ ആഗ്രഹിച്ചിരുന്നു ഈ രാജി. ഞാൻ താങ്കൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളിലും ആളുകൾ ഇതിനൊന്നും പങ്കെടുക്കാത്തവർ പോലും ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഈ രാജി. കാരണം അത്രമാത്രം ദേശീയമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയുണ്ടല്ലോ, ആ പുതിയ തലമുറ പ്രതീക്ഷ നൽകുന്ന തലമുറയാണ് എന്നുള്ളതാണ്. കൺവിക്ഷനോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി പോരാട്ടം നടത്താൻ കഴിയുന്ന എന്ത് വെല്ലുവിളികളുണ്ടായാലും നേരിടാൻ കഴിയുന്ന തലമുറയാണെന്ന് തെളിയിച്ച ഒരു ഉജ്ജ്വല പോരാട്ടം കൂടിയാണിത്.